ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച സംഭവത്തിൽ സീനിയർ അഭിഭാഷകൻ ബേലിൻ ദാസ് ഒളിവിൽ തുടരുകയാണ്. ബേലിൻ ദാസിന് ബാർ കൌൺസിൽ ഓഫ് കേരള കാരണം കാണിക്കൽ നോട്ടീസ് നൽകും. അച്ചടക്ക കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം മറ്റ് നടപടികളിൽ അന്തിമ തീരുമാനമെടുക്കും. ബേലിൻ ദാസിനെ പ്രാക്ടീസ് ചെയ്യുന്നതിൽ നിന്ന് ബാർ കൌൺസിൽ വിലക്കുകയും ചെയ്തിട്ടുണ്ട്. ബാർ അസോസിയേഷനും ഇന്ന് അടിയന്തര ജനറൽ ബോഡി ചേരും. വി അരുൺ ചേരുന്നു. അരുൺ, ഇപ്പോഴും പ്രതി കാണാമറയത്ത് നിൽക്കുന്നു. തലസ്ഥാന നഗരത്തിലുണ്ടായിട്ട് പോലും ഇയാളെ പിടിക്കാൻ കഴിയാത്തൊരു സാഹചര്യം. ബാർ അസോസിയേഷൻ സെക്രട്ടറിയുടെ ഇടപെടലടക്കം അഡ്വക്കേറ്റ് ഷാമിലി ആരോപിക്കുകയും ഷാമിലിയുടെ കുടുംബമൊക്കെ ആരോപണമായിട്ട് രംഗത്ത് വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം. അപ്പോൾ എവിടെയാണ് പ്രതി എന്നത് സംബന്ധിച്ച് പോലീസിന് ഇപ്പോഴും വ്യക്തമായിട്ടുള്ള സൂചനകളില്ല എന്നാണോ? മറുവശത്ത് എന്തെല്ലാം നടപടികളിലേക്ക് ബാർ അസോസിയേഷനും ഒക്കെ കടക്കുന്നു എന്നാണ് വിവരം? ബേലിൻ ദാസ് ഒളിവിലെന്നാണ് പോലീസ് പറയുന്നത്. ഇയാളെ സംഭവം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടാൻ പോലീസിന് അവസരമുണ്ടായിരുന്നു. കോടതി വളപ്പിൽ ഇയാൾ 2 മണിക്കൂറിലേറെ ഷാമിലിയെ ക്രൂരമായി മർദ്ദിച്ച ശേഷം 2 മണിക്കൂറിലേറെ ഇയാൾ കോടതി വളപ്പിലുണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞില്ല. ബാർ അസോസിയേഷൻ സെക്രട്ടറി വള്ളക്കടവ് മുരളീധരന്റെ നേതൃത്വത്തിൽ പോലീസിനെ തടയുകയായിരുന്നു. കോടതി കയറുന്നതിനും ഇയാൾ അറസ്റ്റ് ചെയ്തതിനും പോലീസിനെ തടയുകയായിരുന്നു. അതിനുശേഷം ഇയാളെ പിടികൂടാൻ പോലീസിനെ കഴിഞ്ഞില്ല. ആ സമയം കൊണ്ട് ഇയാൾ അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. ഇപ്പോൾ ഇയാൾ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുകയാണ്. അറസ്റ്റ് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. അതുവരെ കാത്തിരിക്കാനുള്ള പോലീസ് തീരുമാനം വ്യക്തമല്ല. ഇയാളെ പിടികൂടാൻ വലിയ ശ്രമം നടത്തുന്നുണ്ട് എന്ന് പോലീസ് അവകാശപ്പെടുന്നു. ബാർ അസോസിയേഷൻ, തിരുവനന്തപുരം ബാർ അസോസിയേഷന്റെ അടിയന്തര ജനറൽ ബോഡി യോഗമാണ് 12:30 ചേരാൻ പോകുന്നത്. അതിൽ ഇയാൾക്ക് നേരത്തെ തന്നെ സസ്പെൻഷൻ അടക്കം നടപടി ഉണ്ടായിരുന്നു. കൂടുതൽ നടപടികൾ വേണമോ എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകും. ഒരു വിഭാഗം അഭിഭാഷകർ ഇയാളെ സംരക്ഷിക്കാൻ ഇപ്പോഴും നിൽക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. അതിനെ ചൊല്ലിയും അഭിഭാഷക സംഘടനയിൽ വലിയ ഭിന്നതകളുണ്ട്. മാത്രമല്ല ബാർ കൗൺസിൽ നടപടി ഇയാൾക്കെതിരെ ഉണ്ടാകും. ഇപ്പോൾ വിശദീകരണം ചോദിച്ച് മാറ്റിവെപ്പിന് അപ്പുറത്തേക്ക് കടുത്ത നടപടി ഇയാൾക്കെതിരെ വേണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. കുടുംബം എന്ത് വന്നാലും ഇയാൾക്കെതിരെ ശക്തമായ നടപടി ഇല്ലെങ്കിൽ സമരരംഗത്തേക്ക് ഇറങ്ങുമെന്ന കുടുംബം, ഷാമിലിയുടെ കുടുംബം വ്യക്തമാക്കിയിരുന്നു. ഇന്നലെ നിയമമന്ത്രി പി രാജീവും ഇ ജോയ് MLA ഒക്കെ ഷാമിലിയെ കണ്ട് സർക്കാരിന്റെ പിന്തുണ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പിന്തുണയൊക്കെ ഉള്ളപ്പോഴും പ്രതിയെ പിടികൂടാൻ കഴിയുന്നില്ല. അയാൾ ഒളിവിലെന്നാണ് പോലീസ് പറയുന്നത്. ഈ ഷാമിലിയുടെ കുടുംബം പല തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇതിൽ ഈ ബാർ അസോസിയേഷൻ എന്ത് നിലപാടെടുക്കുമ്പോഴും അസോസിയേഷൻ സെക്രട്ടറി ഈ വിഷയത്തിൽ എടുത്ത നിലപാട് അതല്ലെങ്കിൽ അറസ്റ്റ് പോലും നടക്കേണ്ടതായിരുന്നു, ഓഫീസിൽ കയറിയുള്ള അറസ്റ്റ് പോലെ. അതായത് ഈ ബാർ അസോസിയേഷൻ ഇപ്പോൾ നടപടികളിലേക്ക് കടക്കുന്നു എന്ന് പറയുന്നത് പ്രഹസനമാണ് എന്നുള്ളൊരു ഒരു വെർഷൻ കൂടി ഉണ്ടോ ഷാമിലിയുടെ വാക്കുകളിൽ? അത്തരം വിമർശനം ശക്തമാണ്. കാരണം ഒരു വിഭാഗം അഭിഭാഷകർ എപ്പോഴും ഷാമിലിക്ക് വേണ്ടി ശക്തമായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ അവിടെ മറുവശത്ത് ബേലിൻ ദാസിനെ രക്ഷിക്കാനുള്ള നീക്കങ്ങളും സജീവമാണ്. മാത്രമല്ല ഈ പോലീസ് അവിടെ കയറി കോടതിയിൽ കയറി ഇയാൾ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തത് അഭിഭാഷകരുടെ ഒരു കടുത്ത പ്രതിരോധം കൊണ്ട് തന്നെയാണ്. ഈ കേസിൽ മാത്രമല്ല, അഭിഭാഷകർ എന്ത് ക്രിമിനൽ കുറ്റം ചെയ്താലും അവരെ സംരക്ഷിക്കുന്ന വലിയൊരു വർഗബോധം എന്ന രീതിയിൽ, വർഗബോധം കാണിക്കുന്ന രീതിയിൽ അഭിഭാഷകർ ഒരുമിച്ച് നിൽക്കാറുണ്ട്. പലപ്പോഴും എന്നല്ല, അടുത്ത കാലത്തൊന്നും ഒരു അഭിഭാഷകനെയും കോടതിക്കുള്ളിൽ കയറി അറസ്റ്റ് ചെയ്യാൻ അഭിഭാഷകർ സമ്മതിച്ചിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ പുറത്തുള്ള വിഷയങ്ങളിൽ പോലും അഭിഭാഷകർ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യാനോ കോടതി ഹാജരാക്കുമെന്ന പോലീസുകാർക്ക് അതിക്രൂരമായ മർദ്ദനം പലതവണ തിരുവനന്തപുരം കോടതിയിൽ പ്രത്യേകിച്ച്, വഞ്ചൂർ കോടതിയിൽ പ്രത്യേകിച്ച് മജിസ്ട്രേറ്റിന്റെ മുന്നിലിട്ട് പോലും അതിക്രൂരമായി പോലീസിനെ മർദ്ദിച്ചിട്ടുണ്ട്. RP ഉദ്യോഗസ്ഥരെ മർദ്ദിച്ചിട്ടുണ്ട്. ഒരു തരത്തിലും അഭിഭാഷകരെ അറസ്റ്റ് ചെയ്യാനോ അവർക്ക് നടപടിക്കോ പോലീസിനെ അഭിഭാഷകർ അനുവദിക്കാറില്ല. അതുതന്നെയാണ് ബേലിൻ ദാസിനെതിരെ ഉണ്ടായത്. പക്ഷേ അവർ മറന്നുപോയതൊരു കാര്യം, ഇത്തവണ ഈ വാദിയും പ്രതിയും അഭിഭാഷകരാണ്. അങ്ങനെ ഒരു പെൺകുട്ടിയെ അതിക്രൂരമായി മർദ്ദിച്ച ഒരു ക്രിമിനൽ കുറ്റത്തിൽപ്പെട്ട അഭിഭാഷകനെയാണ് അവർ സംരക്ഷിച്ചത്. അയാളെ തന്നെയാണ് ഇപ്പോഴും. ഞാൻ തിരികെ എത്താം. ഇപ്പോൾ സാമൂഹ്യ പ്രവർത്തക കൂടിയായ അഡ്വക്കേറ്റ് TB മിനി നമുക്കൊപ്പം ചേരുന്നു. ഇതൊരു അഭിഭാഷകക്കെതിരെയാണ് ഈ അക്രമം ഉണ്ടായിരിക്കുന്നത്. അതൊരു സീനിയർ അഭിഭാഷകൻ. തലസ്ഥാനത്ത് 2 ദിവസമായിട്ടും പോലീസിന് ഈ പ്രതിയെ പിടിക്കാൻ കഴിഞ്ഞിട്ടുമില്ല. രാഷ്ട്രീയ സ്വാധീനമുള്ളയാളാണ് എന്ന തരത്തിലുള്ള തെളിവുകൾ പുറത്തു വരുന്നു, അത്തരത്തിലുള്ള ആരോപണങ്ങളും വരുന്നു. അതുകൊണ്ട് കൂടിയാണ് ഇയാൾ രക്ഷപ്പെടുന്നത് എന്ന് കരുതുന്നുണ്ടോ? കേരള പോലീസിനെ ശരിക്കും പറഞ്ഞാൽ നാണക്കേടായിട്ടുള്ള ഒരു സംഭവമായിട്ട് മാറിയിരിക്കുന്നത്. കേരള പോലീസിന് നല്ല കഴിവുള്ള, ഇന്റഗ്രിറ്റി ഉള്ള ഒരു വിഭാഗമാണ്. കാരണം ഇന്നലെ കഴിഞ്ഞ ദിവസം ഈ സംഭവം ഉണ്ടായ അന്ന് അവിടുത്തെ ബാർ അസോസിയേഷന്റെ ഭാഗത്തു നിന്നും വക്കീൽ ഓഫീസിൽ നിന്നും ഒരു വക്കീലിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായി എന്ന് പറയുന്നു. നമ്മൾക്ക് നേരിട്ട് അറിവില്ല. പക്ഷെ അങ്ങനെ ഈ കുട്ടിയാണ് ആരോപണം ഉന്നയിച്ചത്.
ഈ ജൂനിയർ അഭിഭാഷക. അപ്പൊ അതിനെ ഇന്നലെ അതിന്റെ സെക്രട്ടറി ഖണ്ഡിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, രക്ഷപ്പെടാൻ ഞങ്ങൾ അനുവദിച്ചതല്ല, പോലീസ് അവിടെ ഉണ്ടായിരുന്നു, പോലീസിന് വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാമായിരുന്നു എന്ന് പറയുക. അപ്പൊ പോലീസിനെ സംബന്ധിച്ച് ഇദ്ദേഹത്തിന്റെ കൺമുന്നിൽ ഉണ്ടായിരുന്ന ഒരു പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തില്ല. അതിനുശേഷം ഇപ്പോൾ ഇത്ര എല്ലാ അസോസിയേഷനുകളും ഇതിനെതിരായിട്ടുള്ള പരിപാടികൾ നടത്തി കഴിഞ്ഞു. എല്ലാ സംഘടനകളും അഭിഭാഷകരുടെ ഇതിനെതിരായിട്ടുള്ള അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. സെയിം അസോസിയേഷനും പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾ ഈ പ്രതിയെ രക്ഷപ്പെടാൻ അനുവദിക്കില്ല, ഞങ്ങൾക്കത് ജൂനിയർ അഭിഭാഷകരുടെ കൂടെ തന്നെ നിൽക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞ സന്ദർഭത്തിലും കേരള പോലീസിന് ഇദ്ദേഹത്തിനെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നും, ഇദ്ദേഹം നേരത്തെ എയർഫോഴ്സിൽ ഉണ്ടായതുകൊണ്ട് എയർഫോഴ്സിലോ നേവിയിലോ ഏതോ ഒരു അത്തരത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥരായിരുന്നു എന്നതുകൊണ്ട് ഇദ്ദേഹം കടലിനുള്ളിൽ പോയിട്ടുണ്ടാവും എന്നുള്ള എന്തോ ഒരു പ്രചരണമാണ് ഇപ്പോൾ നടക്കുന്നത്. അതൊക്കെ കേരള പോലീസിന് എന്തായാലും ഗുണകരമായിട്ടുള്ള കാര്യമല്ല, തെറ്റായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിന് അടിയന്തരമായി അറസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് കേരള പോലീസ് ഉത്തരവാദിത്തപൂർവ്വം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ടി.പി. മിനി, ഇത് പെട്ടെന്ന് തന്നെ പ്രതിയെ പിടികൂടുമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞിട്ട് മണിക്കൂറുകളായിട്ടില്ല. അതൊരു വശത്ത് ഈ പ്രതിയുടെ രാഷ്ട്രീയ സ്വാധീനമൊക്കെ മറുവശത്ത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്, ബാർ അസോസിയേഷൻ സെക്രട്ടറിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ. അങ്ങനെ പോലീസിനെ പോലും സ്വാധീനിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ എവിടേക്കൊക്കെയോ നടക്കുന്നു, അങ്ങനെ കൂടി മനസ്സിലാക്കണോ? അതായത് ഇന്നലെ ബാർ അസോസിയേഷൻ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിനും മർദ്ദനമേറ്റിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു പ്രസ്താവനയൊക്കെ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരികയുണ്ടായി. അപ്പൊ അതൊരു ഡിഫൻസ് ആയിട്ട് എടുത്തിട്ട് ആന്റിസിപ്പേറ്ററി ബെയിലിന് മൂവ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ആന്റിസിപ്പേറ്ററി ചിലപ്പോൾ കിട്ടണമെന്നില്ല, കാരണം ഇത് ബെയിലബിൾ ഒഫൻസ് ആണോ ഇടുന്നത് എന്നല്ല, അടിച്ചിരിക്കുകയാണല്ലോ. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ ഇതിൽ എന്തായാലും പോലീസിനെ സംബന്ധിച്ച് ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുന്നത് ഇന്ന് ഈ നിമിഷം വരെ ഒരു കോടതിയിൽ നിന്നും ഒരു സ്റ്റേ ഇല്ല, ഒരു കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയിട്ടില്ല, അദ്ദേഹം എവിടെയെങ്കിലും ഏതെങ്കിലും കോടതിയിൽ ഹാജരായത് അറിയാൻ പാടില്ല. അപ്പൊ കേരള പോലീസിന്റെ ഇപ്പൊ വ്യവസായ മന്ത്രിയാണ് പറഞ്ഞത്, നിയമമന്ത്രിയുമാണ് പറഞ്ഞത്, അദ്ദേഹം ആ കുട്ടിയോടൊപ്പം ഇരുന്ന് പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. അതിന്റെ ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. അടിയന്തരമായി ആഭ്യന്തര വകുപ്പ് പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കണം. അതല്ലെങ്കിൽ അഭിഭാഷകരുടെ ഭാഗത്തു നിന്ന് ഇതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാവും. കാരണം ഇന്നലെ ഈ കഴിഞ്ഞ ദിവസം ഒരു സീനിയറും ജൂനിയറും തമ്മിലുള്ള വിഷയമല്ലേ എന്നൊക്കെ കരുതിയ ആളുകൾ ഇരുന്നെങ്കിലും ഈ ചിത്രം ഇന്നലെ വലിയ രീതിയിൽ മാറുകയും ജൂനിയർ അഭിഭാഷകരായാലും ഒരു സ്ത്രീയെ ഈ രീതിയിൽ കൈകാര്യം ചെയ്തു എന്ന് പറയുന്ന വിഷയത്തിൽ മൊത്തം വക്കീലന്മാരെതിരായി മാറിയിട്ടുള്ള ഒരവസ്ഥയാണുള്ളത്. ഇയാളെ അഡ്വക്കേറ്റ് ബേലിൻ ദാസിനെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുൻപുള്ള ചരിത്രം എന്ന് പറയുന്നതും എവിടെയെല്ലാം ഏതെങ്കിലും സ്ത്രീകൾക്കെതിരെ മോശമായിട്ട് പറയാൻ പറ്റുമോ അങ്ങനെയെല്ലാം പറയുകയും അത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യുകയും ചെയ്ത ചരിത്രമൊക്കെയാണ് കാണുന്നത്. അത് ഹണി റോസ് വിഷയം തൊട്ട് ഇങ്ങോട്ട് അത് ആൾക്കാർ മാറുന്നു എന്നുള്ളതേ ഉള്ളൂ. അത്തരത്തിൽ സ്ത്രീ വിരുദ്ധത കൃത്യമായി പ്രൂവ് ചെയ്യുന്ന ഒരാൾ കൂടിയാണ് ബേലിൻ ദാസ്. അങ്ങനെ കൂടി കണക്കാക്കുന്നുണ്ടോ താങ്കൾ ഉൾപ്പെടെയുള്ള അഭിഭാഷക സമൂഹം? അതിന്റെ ഹിസ്റ്ററി ഒന്നും എനിക്കറിയില്ല, ഞാൻ ആ ഹിസ്റ്ററിയിലേക്കൊന്നും പോയിട്ടില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ആ ഇൻസിഡന്റ് ഒരു തരത്തിൽ നമുക്ക് ക്ഷമിക്കാൻ കഴിയുന്നതല്ല. ഞങ്ങൾ അഭിഭാഷക സമൂഹത്തിനെ സംബന്ധിച്ച് ക്ഷമിക്കാൻ കഴിയുന്നതല്ല. ഒരു സീനിയർ എന്നോ ജൂനിയർ എന്നുള്ള വിഷയമില്ല, ഒരേ കമ്മ്യൂണിറ്റിയിലെ രണ്ട് വ്യക്തികൾ എന്ന നിലയിൽ വരുമ്പോൾ അതിൽ ജൂനിയർ ആയിട്ടുള്ള പെൺകുട്ടിക്ക് തന്നെയാണ് നീതി കിട്ടേണ്ടത്. അതിൽ സീനിയർ ആയിട്ടുള്ള ആൾ, അതായത് എത്ര വലിയ ആളായാലും എത്ര സ്ത്രീ വിദ്വേഷിയാണെന്ന് പറഞ്ഞാലും നമ്മളെ സംബന്ധിച്ച് അയാളെ അറസ്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? സർക്കാരിനാണ്. സർക്കാർ അത് പാലിക്കണം, അത് അടിയന്തരമായി ചെയ്യുകയും വേണം. അതാണ് നമ്മൾക്ക് പറയാനുള്ളത്. മറ്റൊന്നും അക്കാര്യത്തിൽ പറയേണ്ടതില്ല, പറയേണ്ട ആവശ്യമില്ല. ആള് ഏത് രാഷ്ട്രീയമായിക്കോട്ടെ, അയാള് എത്ര ഉന്നതനായിക്കോട്ടെ, നമ്മളെ സംബന്ധിച്ച് അതൊരു പ്രശ്നമേ അല്ല. റൈറ്റ്. അഡ്വക്കേറ്റ് ടി.പി. മിനിയാണ് പ്രതികരിച്ചത്. ഏതായാലും അഡ്വക്കേറ്റ് ബബിലയും നമുക്കൊപ്പം ചേരുന്നു. ഇതുവരെ പ്രതിയെ പിടികൂടാൻ കഴിയാത്തത് അത് പോലീസിന്റെ വീഴ്ചയാണെന്ന് പറഞ്ഞാലും ബാർ അസോസിയേഷന്റെയൊക്കെ ഒരു നിലപാട് ഇതിനകത്തുണ്ട്. ബാർ അസോസിയേഷൻ സെക്രട്ടറി ഒക്കെ ഇടപെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രതിയെ സംരക്ഷിക്കുന്നത് തന്നെ ഇതിനകത്തുള്ളവരാണ്. പോലീസിനെ രണ്ടാമത് കുറ്റം പറഞ്ഞാൽ മതിയല്ലോ സ്വാഭാവികമായിട്ടും. ഇതേത് തരത്തിലേക്ക് മുന്നോട്ട് പോകും? എങ്ങനെ അഡ്വക്കേറ്റ് ഷാമിലിക്ക് നീതി കിട്ടുമെന്ന് കരുതുന്നു?
ബാർ അസോസിയേഷന്റെ അകത്തുള്ളവർ എന്ന് പറയുന്നത് അഡ്വക്കേറ്റ്സ് തന്നെയല്ലേ? ഒരു നല്ല കംപ്ലൈന്റ് ഫ്രെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലീസിനാണ് അതിന്റെ ഏറ്റവും കൂടുതലുള്ള ഉത്തരവാദിത്തം ഉള്ളത്. കംപ്ലൈന്റ് നല്ലതാണ്, കംപ്ലൈന്റ് നല്ലവണ്ണം ഫ്രെയിം ചെയ്തു, കംപ്ലൈന്റ് ഡ്രാഫ്റ്റ് ചെയ്തത് നല്ലവണ്ണമാണ് എങ്കിൽ പോലീസ് അതിൽ FIR ഇടാത്തത് എന്തുകൊണ്ടാന്നുള്ള പോലീസാണല്ലോ പറയേണ്ടത്. അഡ്വക്കേറ്റ്സിന്റെ എന്ത് ചെയ്യാനാ? ബാർ അസോസിയേഷൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പോലീസ് പിടിക്കില്ല എന്നുള്ള, അല്ലെ അറസ്റ്റ് ഉണ്ടാവില്ല എന്ന് ആരാണ് പറയുന്നത്? അങ്ങനെ ഒരു കാര്യമേ ഇല്ല. അല്ല, അത് ഷാമിലിയുടെ ഭാഗത്ത് നിന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ബാർ അസോസിയേഷൻ സെക്രട്ടറിയാണ് തടഞ്ഞത് ഈ വിഷയത്തിനകത്ത്. ഈ അറസ്റ്റ് ഓഫീസിനകത്ത് അറസ്റ്റ് വേണ്ട എന്ന് പറഞ്ഞ് തടഞ്ഞത് ബാർ അസോസിയേഷൻ സെക്രട്ടറിയാണ്. ഓഫീസിനകത്ത് അറസ്റ്റ് വേണ്ട എന്നുള്ളതല്ലേ പറഞ്ഞിട്ടുണ്ടാവുക, അല്ലാതെ അറസ്റ്റ് ഉണ്ടാവരുത് നേരത്തിക്കില്ലല്ലോ പറഞ്ഞിട്ടുണ്ടാവുക. ഇതുവരെ അറസ്റ്റ് ഉണ്ടാകാത്തതിന് അഡ്വക്കേറ്റ്സ് ആണോ കാരണം എന്നുള്ളത് മാത്രമാണ് എന്നോട് ചോദിക്കുന്ന ചോദ്യം ഉണ്ടായിരുന്നത്. ഈ പ്രതിയെ ഒളിവിൽ പോകാൻ സഹായിച്ചത് ഈ തലസ്ഥാന നഗരിയാണ്. ഒളിവിൽ 2 ദിവസമായിട്ടില്ല, അതും അസോസിയേഷൻ സെക്രട്ടറി ആണെന്നൊക്കെ ആയിരുന്നു ഷാമിലി പറഞ്ഞത്. അങ്ങനെയല്ല എന്നാണോ? അല്ല, ഈ പറയുന്നത് പോലെ അഡ്വക്കേറ്റ്സിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അഡ്വക്കേറ്റ്സിന്റെ അസോസിയേഷനും കാര്യങ്ങളും ഒക്കെ കൂടെ ഉണ്ടാവും എന്നുള്ളത്. ഇതിപ്പോ 2 അഡ്വക്കേറ്റ്സിനല്ലേ പറ്റിയത്. അപ്പം എന്തായാലും അസോസിയേഷൻ എങ്ങനെ അങ്ങനെ നിൽക്കാൻ പറ്റുക? അഥവാ സെക്രട്ടറി ആണെന്നുള്ള അത് ബ്ലെയിമിങ് മാത്രം ആയിരിക്കണ്ടേ? അത് ഈ പറയുന്ന പോലെ ഇങ്ങനെയൊരു കാര്യം വന്നപ്പോഴല്ലേ ആ ഒരു ടൈമിംഗ് വെച്ചിട്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവേണ്ടത്. അഥവാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഞാൻ അറിഞ്ഞിട്ടുമില്ല, കാര്യങ്ങളുമില്ല. എനിക്കറിയാൻ പറ്റിയത് ഈ പറയുന്ന പോലെ മെഡിക്കൽ MLC ആയിട്ടുണ്ട് സാധനം, മെഡിക്കൽ ലീഗൽ കേസ് ആയിട്ടുണ്ട്. ആ മെഡിക്കൽ ലീഗൽ കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ എപ്പോഴായാലും അറസ്റ്റ് ചെയ്യണമെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറാണ് വിചാരിക്കേണ്ടത്. ഓക്കെ, ആ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്കാണ് ഫുൾ ചാർജ് വരുന്ന FIR ഇട്ട് കഴിഞ്ഞാല്. അപ്പൊ IOനെ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ SHOക്ക് പോലും അല്ലെങ്കിൽ കോടതിക്ക് പോലും അതിന്റെ മുകളിൽ യാതൊരു അധികാരവും ഇല്ലാന്ന് ആണ് റൂള് പറയുന്നത്. അപ്പം ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തമുള്ള ആൾക്കാര് ചെയ്യാന്നുള്ളതല്ലേ, ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ അല്ലേ അതിന്റെ ഉത്തരവാദിത്തമുള്ളത്. അപ്പൊ അദ്ദേഹം ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടായിരിക്കണം ഇപ്പൊ അറസ്റ്റ് നടക്കാത്തത് ഉണ്ടാവുക. അറസ്റ്റ് നടക്കണം നിർബന്ധം ഉണ്ടെങ്കിൽ പ്രൈവറ്റ് കംപ്ലൈന്റ് പോലെയുള്ള കംപ്ലൈന്റുകൾ നടത്തിയിട്ട് കോടതിക്ക് നേരിട്ടിട്ട് ഈ പറയുന്ന പോലെ മൊഴി കൊടുത്തിട്ട് നേരിട്ടിട്ട് കോടതിനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാവല്ലോ. ഒത്തിരി മാർഗങ്ങളുണ്ടല്ലോ. ഈ മാർഗങ്ങൾ എടുക്കുന്നില്ല എന്നാണോ? അതുകൊണ്ടായിരിക്കില്ലേ ഫോളോ അപ്പ് എന്ന് പറഞ്ഞിട്ട് പുറകെ നടക്കുക എന്നുള്ളതിനേക്കാളും ഈ പറയുന്ന പോലെ ടൈം കളയാതെ തന്നെ വേറെ മാർഗങ്ങൾ എടുക്കാൻ പറ്റില്ലേ? അഥവാ ഇതിൽ ഫോളോ അപ്പ് ചെയ്യുമ്പോ അവർക്ക് അല്ല, അങ്ങനെ എടുക്കാത്തതിന് കാരണം എന്താണ് എന്ന് കൂടിയാണ്. നേരത്തെ നിങ്ങൾ തന്നെ പറയുന്നുണ്ടായല്ലോ, മെഡിക്കൽ റിപ്പോർട്ട് അനുസരിച്ചിട്ടായിരിക്കും ഇതിലെ അറസ്റ്റ് ഒക്കെ നടക്കുന്നത്. ആ മെഡിക്കൽ റിപ്പോർട്ട് അറസ്റ്റ് ചെയ്യാൻ പര്യാപ്തമല്ല, വീക്കാണ്, അങ്ങനെ ഒരു തോന്നലുണ്ടോ? അങ്ങനെ ഒരു തോന്നൽ എനിക്കില്ല. കാരണം ഞാൻ കാണുന്ന ഫോട്ടോയിൽ വെച്ചിട്ട് അങ്ങനെ ഒരു തോന്നൽ എനിക്കില്ല. പക്ഷെ അത് എന്തുകൊണ്ടായിരിക്കും എന്നുള്ളത് ഇപ്പത്തെ അറസ്റ്റ് നടക്കാത്തത് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറാണ്. ഈ പറയുന്ന പോലെ FIR ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ SHO ആണ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ആയിട്ട് വരുന്നുണ്ട് എന്ന് വെച്ചാല് SI റാങ്കിലുള്ള ഒരാളോ DYSP റാങ്കിലുള്ള ഒരാളോ ആണല്ലോ വേണ്ടത്. അപ്പൊ ഈ പറയുന്ന റാങ്കിലുള്ള ആൾക്കാർ വന്നിട്ട് ആയിട്ട് അവര് ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണെന്നാണ് എന്റെ ഒരു കണക്ക്. അല്ല, അത് പോലീസിനെ പഴി പറയാൻ എളുപ്പം, പക്ഷേ ഇതിൽ രാഷ്ട്രീയ സ്വാധീനമുണ്ട്. ഇപ്പോൾ നീ പറഞ്ഞ പോലെ ബാർ അസോസിയേഷൻ സെക്രട്ടറി തെരഞ്ഞെടുപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ബെയിലിൻ ദാസിന്റെ ഇടപെടലൊക്കെ ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും സ്വാധീനമുള്ള ഒരാളാണ്. അങ്ങനെയുള്ള സ്വാധീനമൊക്കെ പ്രൈവറ്റ് കംപ്ലൈന്റ് കൊടുത്തിട്ട് നേരിട്ടിട്ട് സമയം കളയണ്ട, നേരിട്ടിട്ട് തന്നെ കോടതിയിൽ എന്താ പറയാ അവര് കംപ്ലൈന്റ് കൊടുത്തിട്ട് അവിടെ മൊഴി കൊടുത്തിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. മാർഗങ്ങൾ സ്വീകരിക്കാന്നുള്ള ഒരു കാര്യം ഉണ്ടല്ലോ. എന്തായാലും ഇപ്പോ ഈ ഒരു സാഹചര്യത്തിൽ അറസ്റ്റ് വേണം എന്ന് തന്നെയാണ് നിങ്ങൾ വിചാരിക്കുന്നത് അല്ലെ? അറസ്റ്റ് ഉണ്ടാകണം. അല്ല, ആര് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അഡ്വക്കേറ്റ്സ് ആണ്, അത് വലിയ ഉദ്യോഗസ്ഥന്മാരാണ്, അങ്ങനെയൊന്നും മാറ്റി നിർത്തണം എന്നല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആർക്കാണോ അനീതി സംഭവിച്ചിട്ടുള്ളത് അവർക്ക് നീതി ലഭ്യമാക്കാൻ വേണ്ടിയിട്ടാണല്ലോ എല്ലാവരും നിൽക്കേണ്ടത്. അല്ല, താങ്കൾ അഭിഭാഷക സമൂഹത്തിന്റെ ഭാഗം നിന്നാണല്ലോ. ആർക്കാ നീതി എന്നുള്ളതിൽ അതിലൊരു ആശയക്കുഴപ്പമുണ്ടോ? അഡ്വക്കേറ്റ് ഷാമിലിക്കെതിരെയല്ലേ ഈ മർദ്ദനം ഉണ്ടായിരിക്കുന്നത്? അപ്പോൾ സ്വാഭാവികമായിട്ടും അത് സ്പെസിഫൈ ചെയ്ത് പറയണ്ടേ? അഡ്വക്കേറ്റ്സ് അല്ലേ, അഭിഭാഷകൻ തന്നെയാണല്ലോ മർദ്ദിച്ചതും, വേറെ ആരും അല്ലല്ലോ മർദ്ദിച്ചത്. അല്ല, നീതി കിട്ടേണ്ടത് ഷാമിലിക്കല്ലേ? അതിൽ ആശയക്കുഴപ്പമുണ്ടോ? അതിൽ ആശയക്കുഴപ്പം ഈ പറയുന്ന പോലെ
അടി കിട്ടിയത് അവർക്കാണെങ്കിൽ അവര് മാർഗങ്ങളുണ്ടല്ലേ, നിയമപരമായിട്ടുള്ള മാർഗങ്ങളുണ്ടല്ലേ, അതൊക്കെ സ്വീകരിച്ചിട്ട് ഫോളോ അപ്പ് എടുത്തിട്ട് നടക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. എന്തായാലും അതിൽ യാതൊരു ഇതുമില്ല. സീനിയർ ആണ് ജൂനിയർ ആണ് അങ്ങനെയൊന്നുമില്ല. ഈ പറയുന്ന പോലെ എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ അഡ്വക്കേറ്റ്സും എൻറോൾ ചെയ്തിട്ട് വരുന്ന ആരായാലും എൻറോൾമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ അവരെ അഡ്വക്കേറ്റ്സ് എന്നാ വിളിക്കുക. അല്ലാണ്ട് അവർക്ക് പ്രത്യേകിച്ച് സീനിയർ ജൂനിയർ എന്നും പറഞ്ഞ പദവി കൊടുക്കുന്നില്ല. പിന്നെ എക്സ്പീരിയൻസിന്റെ ഇതിലും അല്ല അഡ്വക്കേറ്റ് ബബില, തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ, അല്ലാത്തവർക്ക് നീതി കിട്ടട്ടെ എന്ന് പറയുന്നിടത്തും ഈ പേരെടുത്ത് നിങ്ങൾ പറയുന്നില്ല. അതുകൊണ്ട് ചോദിച്ചതാണ്. അതിൽ എന്തെങ്കിലും ഒരു സംശയമുണ്ടോ? ഇതിനകത്ത് മറ്റേതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളൊന്നും യാതൊന്നുമില്ല. എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന രണ്ട് ഭാഗവും അഡ്വക്കേറ്റ്സ് ആയതുകൊണ്ട് തന്നെ ഇവര് രണ്ടുപേർക്കും നിയമം അറിയുന്നത് കൊണ്ട് തന്നെ അവര് രണ്ടുപേരും തന്റേതായിട്ടുള്ള ഇതാണല്ലോ സ്വീകരിക്കുക. അപ്പം ഞാൻ പറയുന്നത് ആ കുട്ടിക്ക് അടി കിട്ടിയിട്ടുണ്ട്, ആ കുട്ടിക്ക് അനീതി സംഭവിച്ചിട്ടുണ്ട്, അവർക്ക് അറസ്റ്റ് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണെങ്കിൽ വീണ്ടും കോടതിയിൽ വീണ്ടും പ്രൈവറ്റ് കംപ്ലൈന്റ് ആയിട്ട് പോകട്ടെ, എന്നിട്ട് കോടതിയിൽ കാര്യങ്ങൾ പറയട്ടെ, കോടതി കേൾക്കും. ഓക്കെ, റൈറ്റ്. അഡ്വക്കേറ്റ് ബബിലയാണ്, നന്ദി. അഡ്വക്കേറ്റ് ബബിലയാണ് പ്രതികരിച്ചത്. ഏതായാലും ഇതുവരെയും പോലീസിന് പിടികൂടാനായിട്ടുള്ള പ്രതിയെ ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണ സംഘം എന്തുകൊണ്ട് അതിലൊരു വീഴ്ച കാണിക്കുന്നു എന്നുള്ള തരത്തിലുള്ള വലിയ ഒരു പരാമർശങ്ങളും ആ തരത്തിലുള്ള പരാതികളുമൊക്കെ പ്രതികരണങ്ങൾ ഉയർന്ന് കേൾക്കുന്നുമുണ്ട്.